രാഹുൽ മാങ്കൂട്ടം MLA തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അനുകൂലിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു യുവനേതാവിനെ ഇത്രയും ക്രൂരമായി വേട്ടയാടാൻ ആരാണ് തീരുമാനിച്ചത് എന്നുള്ളതാണ്. അതാണ് മനസ്സിലാകാത്തത്. പരാതിക്കാരി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവർ പറയുന്ന പച്ചക്കള്ളവും അവരുടെ തോന്നിയാസവും നന്നായി മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഒരുപക്ഷെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരമൊരു കേസിൽ മാങ്കൂട്ടം MLAക്ക് 18-ാം ദിവസം കോടതി ജാമ്യം നൽകിയത്. പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടം MLAയുടെ സുഹൃത്ത് ഫെനി നൈനാൻ ചില രഹസ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ. അതായത് രാഹുലിനെതിരെയുള്ള പീഡന പരാതികൾക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നൊരു ആരോപണമാണ് എല്ലാം അറിയുന്ന സുഹൃത്ത് എന്നുള്ള നിലയിൽ ഫെനി നൈനാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നടി എന്ന് വിളിക്കുന്ന റിനി ആൻ ജോർജാണ് ഈ തിരക്കഥയ്ക്ക് പിന്നിലെ പ്രധാനി എന്നാണ് ഫെനിയുടെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാനുമാണ് ഈ റിനി ഇങ്ങനെ വെല്ലുവിളിച്ചത്. അതാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടെ നാണം കിട്ടു. അതായത് രാഹുലിനെതിരെ പരാതി നൽകിയ മൂന്നാമത്തെ യുവതിയെ തനിക്ക് അറിയുക പോലുമില്ലെന്നും പുലബന്ധം പോലുമില്ലെന്നും ഒരിക്കൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് റിനി ആൻ ജോർജ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. എന്നാൽ റിനിയുടെ ഈ വാദം തച്ചു പൊളിക്കാൻ ഉതകുന്ന സ്ക്രീൻഷോട്ടുകളുമായിട്ടാണ് ഫെനി നൈനാൻ രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ തട്ടിപ്പ് തരികിട പരിപാടികളും ചെയ്തു വച്ചിട്ടും ചില ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഈ സമൂഹത്തിന് തന്നെ ലജ്ജ തോന്നുന്ന തരത്തിലാണ് ഈ പരാതിക്കാർ ചില കഥകൾ മെനയുന്നത് എന്നുള്ളതാണ് സത്യം. അതായത് 2025 ഓഗസ്റ്റ് 21 റിനി ഈ മൂന്നാം പരാതിക്കാരിയോട് കോൾ മീ ടുമോറോ എന്ന് സന്ദേശം അയച്ചിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ഫെനി അവകാശപ്പെട്ടതാണ്. 2026 ജനുവരിയിൽ പരാതി നൽകിയ ഈ യുവതിയെ എന്തിന് റിനി മാസങ്ങൾക്ക് മുൻപേ തന്നെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ വ്യക്തമായ പ്ലാനാണോ എന്നുള്ളതാണ് ഫെനി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അറിയില്ല, വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ സ്ക്രീൻഷോട്ട് പുറത്തുവിടുമ്പോൾ ആ പറഞ്ഞത് പച്ചക്കള്ളമാവുകയാണ്. അതായത് കോടതിയിലിരിക്കുന്ന ഒരു കേസിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് സമൂഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം റിനി ആൻ ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുലിനെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻ ജോർജ് 2025 ഓഗസ്റ്റ് 21 കോൾ മീ ടുമോറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിൻ്റെ തെളിവും ഇതിനോട് ചേർക്കുന്നു എന്നുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനി അറിയേണ്ടത് റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന കള്ളം പറയുന്നത്, അതും കോടതി അറിയുന്നത് പോലെ പറയുന്നത്. എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ താൻ സ്വാഗതം ചെയ്യുന്നു. ഈ രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള താൻ എവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം എന്നാണ് ഈ പോസ്റ്റ്. തീർന്നില്ലേ? ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുകയും പച്ച കള്ളം പറഞ്ഞ് സമൂഹത്തെ മാത്രമല്ല കോടതിയെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല ഇത് കാണുമ്പോൾ. അതുകൊണ്ട് ഒരു കാര്യം മാത്രമാണ് സമൂഹത്തിന് അറിയാനുള്ളതും ആവശ്യപ്പെടാനുള്ളതും. ഒരു സർക്കാരും സർക്കാരിൻ്റെ പോലീസ് സംവിധാനങ്ങളും ചേർന്ന് ഇത്തരം കള്ളം പറയുന്നവരെയും വളച്ചൊടിക്കുന്നവരെയും ഒപ്പം ചേർത്തുകൊണ്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ കോടതിക്ക് വളരെ ബോധ്യമായി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയപ്പോൾ തന്നെ അതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുകയാണ്. കള്ളപ്പരാതിക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.